ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടന്ന US-ഇറാൻ സമാധാന ചർച്ച ധാരണയാകാതെ പിരിഞ്ഞു. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭയിലെയും രാജ്യസഭയിലെയും കക്ഷി നേതാക്കൾക്ക് കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിലയിരുത്തലിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച സംസ്ഥാനത്തെ 3 മുന്നണികളും. സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത ചൂടിനും ഉഷ്ണതരംഗത്തിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച മഹാകവി കുമാരനാശാന്റെ 153-ാം ജന്മവാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ ഗുജറാത്തിനെയും മുംബൈ ബംഗളൂരുവിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടന്ന US-ഇറാൻ സമാധാന ചർച്ച ധാരണയാകാതെ പിരിഞ്ഞു. ആണവായുധം വികസിപ്പിക്കരുതെന്ന അമേരിക്കൻ നിബന്ധന ഇറാൻ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനാൽ സമാധാന കരാർ കൂടാതെ ചർച്ചകൾ അവസാനിപ്പിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. അമേരിക്കൻ ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിൽ നിന്നും മടങ്ങിപ്പോവുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം യുദ്ധത്തിലൂടെ നേടാൻ കഴിയാതിരുന്ന ലക്ഷ്യങ്ങൾ ചർച്ചയിലൂടെ നേടാൻ US ശ്രമിച്ചെന്ന് ഇറാൻ ആരോപിച്ചു. വൈസ് പ്രസിഡന്റ് JD വാൻസ് US സംഘത്തെ നയിച്ചു. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് ഇറാൻ സംഘത്തിന് നേതൃത്വം നൽകി. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭയിലെയും രാജ്യസഭയിലെയും കക്ഷി നേതാക്കൾക്ക് കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വനിതാ സംവരണ നിയമത്തിലെ ഭേദഗതികൾ പാസാക്കുന്നതിന് എല്ലാ അംഗങ്ങളും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് കത്തിൽ ശ്രീ മോദി ആവശ്യപ്പെട്ടു. വനിതാ സംവരണ നിയമം നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചതായി അദ്ദേഹം പറഞ്ഞു. 2029 ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വനിതാ സംവരണം നിലവിൽ വരുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിലയിരുത്തലുകളുമായി മുന്നണികൾ. 3 മുന്നണികളും ഫലത്തെക്കുറിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് രംഗത്തെത്തി. സീറ്റുകൾ കുറഞ്ഞാലും ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. ഇത്തവണ ഭരണം പിടിക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. കടുത്ത ത്രികോണ മത്സരത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി മാറിയതായി NDA വിലയിരുത്തുന്നു. ശക്തമായ ത്രികോണ മത്സരം നടന്ന ആലപ്പുഴയിൽ മിക്ക മണ്ഡലങ്ങളിലെയും ഫലം പ്രവചനാതീതമാണ്. ജില്ലയിൽ 3 മുന്നണികളും ആശങ്കയിലാണ്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഫലം മുന്നണികൾക്ക് ആശ്വാസം പകരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. ശക്തമായ ത്രികോണ മത്സരം നടന്ന ആലപ്പുഴ ജില്ലയിൽ 3 മുന്നണികളും ആശങ്കയിലാണ്. ആലപ്പുഴ, അമ്പലപ്പുഴ, അരൂർ, കുട്ടനാട്, കായംകുളം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലെ ഫലം പ്രവചനാതീതമാണ്. കഴിഞ്ഞ തവണ LDFന് 8ഉം UDFന് 1ഉം സീറ്റാണ് ജില്ലയിലുണ്ടായിരുന്നത്. 4 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. സീറ്റൊന്നും നഷ്ടപ്പെടില്ലെന്ന കണക്കുകൂട്ടലാണ് LDF. ജില്ലയിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്ന് NDA വിലയിരുത്തുന്നു. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയമാണ് UDFന്റെ കരുത്ത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ കാര്യമായ നഷ്ടമുണ്ടാകാത്തത് LDFന് കരുത്തു പോരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റമാണ് NDAയുടെ കരുത്ത്. കണ്ണൂർ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ കാർ കത്തിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. DYFI പയ്യന്നൂർ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് സുധീഷ്, എക്സിക്യൂട്ടീവ് അംഗം അജയ് കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ CPM അംഗവും ചെമ്മീൻ കർഷകനുമായ T പുരുഷോത്തമന്റെ വീട് തകർക്കുകയും കാർ കത്തിക്കുകയും ചെയ്തത്. ADM വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന് പിന്നാലെയാണ് പോലീസ് നടപടി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 7 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സീൽ ചെയ്ത് സൂക്ഷിച്ച സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ലെന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അറിയിച്ചു. വോട്ടെടുപ്പിൽ ഉപയോഗിച്ച എല്ലാ വോട്ടിംഗ് യന്ത്രങ്ങളും പോളിംഗ് പൂർത്തിയായ ശേഷം അതേ ദിവസം തന്നെ സീൽ ചെയ്ത് അതത് മണ്ഡലങ്ങളുടെ സ്ട്രോങ് റൂമുകളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പൂർണ്ണമായ വീഡിയോഗ്രഫി, CCTV സംവിധാനങ്ങളോടുകൂടി സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. കേന്ദ്ര സായുധ സേന ഉൾപ്പെടെയുള്ള ത്രിതല സുരക്ഷാ സംവിധാനത്തോടെയാണ് പ്രസ്തുത വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിന് വിരുദ്ധമായി പ്രചരിക്കുന്ന വാർത്തകൾ ശരിയല്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു. തിരുവനന്തപുരം AKG സെന്ററിലാണ് യോഗം പുരോഗമിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിലെ മുഖ്യ അജണ്ട.
മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായിക ആശാ ഭോസ്ലെയുടെ ആരോഗ്യനിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിച്ചു. അവരുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നുവെന്നും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ഒരു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് കനത്ത ചൂടിനും ഉഷ്ണതരംഗത്തിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും ചൂട് ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നാണ് പ്രവചനം. മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ച 11 ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. കനത്ത ചൂട് നിർജ്ജലീകരണം, സൂര്യാതപം, ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവയ്ക്കും കാരണമാകും. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയർന്നതോടെ പാലക്കാട് ജില്ലയിലെ ചൂട് അസഹനീയമായിരിക്കുകയാണ്. ജില്ലയിൽ രേഖപ്പെടുത്തുന്ന ശരാശരി ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് കടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കഴിഞ്ഞ ദിവസം ജില്ലയിലെ മലമ്പുഴയിലാണ് കൂടിയ താപനില 40.1 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. അന്തരീക്ഷ താപനില ഉയരുകയും വേനൽ മഴ കുറയുകയും ചെയ്തതോടെയാണ് പാലക്കാട് ജില്ലയിൽ ചൂട് അസഹനീയമായി മാറിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇത്തവണ ഏറ്റവും കുറവ് വേനൽ മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കുമെന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച 1ാം വർഷ BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തിരുവനന്തപുരം നെടുമങ്ങാട് ഉഴമലയ്ക്കലുള്ള വീട്ടിലെത്തിച്ചു. സംസ്കാരം ഇന്ന് നടക്കും. നിതിൻ രാജ് മരിച്ചതിന് പിന്നിൽ ജാതി വർണ്ണ അധിക്ഷേപമുണ്ടെന്ന് കാണിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ അധ്യാപകരായ ഓറൽ പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ K. റാം, ഡോക്ടർ സംഗീത എന്നിവരെ കോളേജ് അധികൃതർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ ദുരൂഹമരണത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മരണത്തിന് പിന്നിൽ ജാതി വർണ്ണ അധിക്ഷേപമുണ്ടെന്ന മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും നിലപാടിനെ സർക്കാർ ഗൌരവമായി കണക്കിലെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ന് മഹാകവി കുമാരനാശാന്റെ 153ാം ജന്മവാർഷിക ദിനം. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് കുമാരനാശാൻ. ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് കാരണമായി. ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരോടൊപ്പം ആധുനിക കവിത്രയത്തിലെ ഒരാളായി കുമാരനാശാൻ കണക്കാക്കപ്പെടുന്നു. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നീ വിശേഷണങ്ങളും അദ്ദേഹത്തിനുണ്ട്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക വഞ്ചനാട് കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ പാളയം ആശാൻ സ്ക്വയറിൽ ജന്മവാർഷിക ദിനം ആചരിച്ചു. വിഷു ദർശനത്തിനുള്ള ഒരുക്കങ്ങളിൽ സന്നിധാനം വിഷുപൂജ 15-ന് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. തിരക്ക് നിയന്ത്രണത്തിനുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കുന്നത്. പമ്പ നിലയ്ക്കൽ ചെയിൻ സർവീസിനായി 70-ലധികം ബസ്സുകൾ എത്തിക്കഴിഞ്ഞു. കൂടാതെ പല ഡിപ്പോകളിൽ നിന്നായി KSRTC പ്രത്യേക സർവീസ് പമ്പയ്ക്ക് നടത്തും. 14-ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷമാണ് സന്നിധാനത്ത് വിഷുക്കണി ഒരുക്കുക. 15-ന് പുലർച്ചെ 4 മുതൽ രാവിലെ 7 വരെ വിഷുക്കണി ദർശനവും വിഷുക്കൈനീട്ടവും നടക്കും. തീർത്ഥാടകർ വെബ്സൈറ്റ് വഴി ദർശനത്തിനായുള്ള വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യണം. അംബേദ്കർ ജയന്തി ദിനമായ ഏപ്രിൽ 14 ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കേരളം ലോക്ഭവനിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിനെ അഭിസംബോധന ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകുന്നേരം 3:30-ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെയും രാത്രി 7:30-ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടന്ന US-ഇറാൻ സമാധാന ചർച്ച ധാരണയാകാതെ പിരിഞ്ഞു. പാർലമെന്റ് 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് മുന്നോടിയായി ലോക്സഭയിലെയും രാജ്യസഭയിലെയും കക്ഷി നേതാക്കൾക്ക് കത്തയച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിലയിരുത്തലിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച സംസ്ഥാനത്തെ 3 മുന്നണികളും. സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത ചൂടിനും ഉഷ്ണതരംഗത്തിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച മഹാകവി കുമാരനാശാന്റെ 153ാം ജന്മവാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ ഗുജറാത്തിനെയും മുംബൈ ബംഗളൂരുവിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.